തൗസൻഡ് ലീഫ് നാച്ചുറൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എരുന്ത് ചക്കപ്പൊടി പിടി. ഈ രണ്ട് ചേരുവകളും കൂടി ആദ്യമായിട്ടായിരിക്കും ട്രൈ ചെയ്യുന്നത്. കക്ക റോട്ടി എന്നും പറയാം. എരുന്ത്, ക്ലാംസ്, കക്ക ഇറച്ചി എന്നൊക്കെ പറയും. ഇത് പോഷക സമൃദ്ധിയും രുചിയും കൊണ്ട് ആരോഗ്യകരമായ ഒരു സൂപ്പർ ഭക്ഷണമാണ്. ഈ എരുന്ത് പിടി ഉണ്ടാക്കാൻ ഉണക്കിപ്പൊടിച്ച ചക്കപ്പൊടി കൊണ്ടാണ് പിടി ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടോ? 1.5 നാളികേരം ചിരകിയെടുക്കണം. പിന്നെ എരുന്ത് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചത് 1/2 കിലോ, തേങ്ങാപ്പാൽ 2, 1-ാം പാലും 2-ാം പാലും, ചക്ക ഉണക്കിപ്പൊടിച്ച പൊടി, ഒരു വലിയ ഉള്ളി അരിഞ്ഞത്, ഇഞ്ചി 1 കഷ്ണം, വെളുത്തുള്ളി അല്ലി, പച്ചമുളക് 2 എണ്ണം, ചെറിയ ഉള്ളി, കറിവേപ്പില, മല്ലിപ്പൊടി 3 ടീസ്പൂൺ, കുരുമുളക് പൊടി 2 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1.5 ടീസ്പൂൺ, വലിയ ജീരകപ്പൊടി 1 ടീസ്പൂൺ, ചതക്കാൻ 1/2 മുറി നാളികേരവും. ഇതാണ് വാട്ടി ഉണക്കി വെച്ച ചക്ക. ഇതിനി പൊടിച്ചെടുക്കണം. മിക്സിയിൽ പൊടിച്ചെടുക്കാം. പൊടിഞ്ഞിട്ടുണ്ട്. മിക്സിയിലാവുമ്പോൾ നന്നായി പൊടിക്കേണ്ടി വരും. പൊടിച്ചത് തരിച്ച ശേഷം വീണ്ടും ആ തരി ഒന്നുകൂടി പൊടിക്കണം. നല്ല മൂർച്ചയുള്ള മിക്സിയാണെങ്കിൽ കുറച്ചൊക്കെ വേഗം പൊടി കിട്ടോ. പൊടി റെഡിയായി. ഇനി ഇത് നമുക്ക് വാട്ടിയെടുക്കണം. ഇനി ചക്കപ്പൊടി വേവിച്ചെടുക്കാം. 2 കപ്പ് ചക്കപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 2 കപ്പ് വെള്ളമാണ് വേണ്ടത്. നമ്മളിവിടെ തേങ്ങയുടെ 2-ാം പാലാണ് ഉപയോഗിക്കുന്നത്. അത് 2 കപ്പ് ഒഴിച്ചു. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ്, പൊടിയിലേക്ക് വേണ്ട ഉപ്പും കൂടി ഇട്ട് തിളച്ച ശേഷം പൊടിയിട്ട് നന്നായി കട്ട കെട്ടാതെ ഇളക്കണം. നമ്മൾ പത്തിരിക്കൊക്കെ ഇതേപോലെ തന്നെയാണല്ലോ വാട്ടുക. വെള്ളം പാകമായിട്ടുണ്ട്. 2 കപ്പ് പൊടിക്ക് 2 കപ്പ് വെള്ളം. അതാണല്ലോ കണക്ക്. കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കണം. വേവായോ നോക്കാം. ഇതുപോലൊന്ന് ഉരുട്ടി നോക്കാം. വാട്ടിയ മാവ് നന്നായി ഒന്ന് കുഴച്ച് ഇതുപോലെ വെക്കുക. ഈ പൊടി നല്ല പോലെ കുഴച്ച് ഉരുട്ടി ഇതുപോലെ പിടി ഉണ്ടാക്കാം. നമ്മൾ അരിപ്പൊടി കൊണ്ടും ഇതുപോലെ പിടി ഉണ്ടാക്കും. ചിക്കൻ ഇട്ട് ഇതുപോലെ ഉണ്ടാക്കി വെക്കും ചിക്കൻ പിടി. പിന്നെ ഈന്തപ്പനയുടെ ഈന്ത് കൊണ്ട് ഇങ്ങനെ വാട്ടി പിടി ഉണ്ടാക്കാം. അത് ഈന്തും പിടി. ഇങ്ങനെ ഒട്ടുന്നതിന് പൊടിയിലേക്ക് ഇട്ടാൽ മതി. മുഴുവൻ മാവും കൊണ്ടും പിടി ഉണ്ടാക്കി. മറ്റ് ഷെൽ ഫിഷുകളേക്കാൾ എരുന്തിൽ കൊളസ്ട്രോൾ കുറവാണ്. കലോറിയും കുറവാണ്. 100 ഗ്രാം എരുന്തിൽ ഏകദേശം 148 കലോറി മാത്രമേ ഉള്ളൂ. എരുന്ത് അഥവാ ക്ലാംസിൽ ചെമ്മീൻ, ഞണ്ട് എന്നിവയെപ്പോലെ ആരോഗ്യത്തിന് നിരവധി ഗുണങ്ങൾ നൽകുന്നു. ഉയർന്ന പ്രോട്ടീൻ അടങ്ങിയതാണ്. 100 ഗ്രാം ക്ലാംസിൽ ഏതാണ്ട് 25 ഗ്രാം പ്രോട്ടീൻ ലഭിക്കും. മാംസത്തേക്കാൾ കൂടുതലാണ്. ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കണം. സ്റ്റീമറിൽ വെള്ളം തിളപ്പിച്ച് പിടി അതിലേക്കിട്ട് വേവിച്ചെടുക്കാം. എരുന്ത് പേശി വളർച്ച, രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു. വിറ്റാമിൻ B12ൻ്റെ കലവറയാണ്. അടച്ചു വെച്ച് വേവിക്കണം. വെന്ത ശേഷം തുറന്ന് നോക്കാം. ഇത് വേവായിട്ടുണ്ട്. ഇനി ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് പച്ചവെള്ളത്തിൽ ഇട്ട് എടുക്കണം. തണുത്ത വെള്ളത്തിലേക്കിട്ട് വാലാൻ വെക്കണം. കണ്ടോ, വെള്ളത്തിലിടുമ്പോൾ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കും. ഓയിലൊഴിച്ച് ചൂടായ പാനിലേക്ക് ഉള്ളികൾ അരിഞ്ഞതിടാം. വലിയ ഉള്ളി ഇട്ടു. കൂടെ തന്നെ ചെറിയ ഉള്ളി അരിഞ്ഞതും ഇടാം. വലിയ ഉള്ളി നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. കൂടുതൽ ചെറിയ ഉള്ളി ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. കറിവേപ്പില ചേർക്കാം.
ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മൂന്നും കൂടി ചതച്ചെടുത്തതാണിത്. അതും ഇടാം. ഇനി എരുന്തിടാം. എരുന്ത് നമ്മുടെ ചർമ്മാരോഗ്യം മെച്ചപ്പെടുത്തും. ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തും, കൊളസ്ട്രോൾ നിയന്ത്രിക്കും. പിന്നെ സെലിനിയം, ഫോസ്ഫറസ് അടങ്ങിയതിനാൽ എല്ലുകളുടെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് പ്രധാനമാണ്. നല്ല എരുന്ത് കിട്ടുമ്പോൾ നല്ല പോലെ കഴുകി വെള്ളത്തിൽ വേവിച്ച് സൂപ്പ് കുടിക്കാം. എരുന്ത് താളിപ്പ് എന്നാണ് അതിന് പറയാറ്. മൂടി വെച്ച് വേവിക്കാം. എരുന്ത് ഒന്ന് നല്ല പോലെ വേവട്ടെ. 5 മിനിറ്റ് വേവായ ശേഷം ഇനി ഇതിലേക്ക് ഉണ്ടാക്കി വെച്ച ചക്കപ്പൊടി പിടി ഇട്ട് കൊടുക്കാം. മുഴുവനും ഇടണം. അതിനുശേഷം നന്നായി ഇളക്കി ഒന്നുകൂടി വേവാൻ വെക്കണം. ഈ എരുന്ത് നന്നായി പാകം ചെയ്ത് മാത്രം കഴിക്കണം. അലർജി ഉള്ളവർ ഇത് ഒഴിവാക്കണം. യൂറിക് ആസിഡ്, ഗൗട്ട് ഉള്ളവർ അളവ് നിയന്ത്രിച്ച് കഴിക്കേണ്ടതുണ്ട്. അടച്ചു വെച്ച് 2 മിനിറ്റ് വേവട്ടെ. ഈ സമയത്ത് നമുക്ക് മാറ്റിവെച്ച 1-ാം പാലിൽ 1.5 സ്പൂൺ അരിപ്പൊടി കലക്കി വെക്കുക. തിളച്ച് വേവായി. ഇനി ഇതിലേക്ക് ചതച്ചു വെച്ച ഉള്ളിയും നാളികേരവും കൂടി ചേർക്കാം. ഇത് തിളച്ച ശേഷം നാളികേരപ്പാൽ ഒഴിക്കാം. 1.5 സ്പൂൺ അരിപ്പൊടി കലക്കിയ നാളികേരപ്പാൽ ഒഴിക്കുക. ഇത് 1-ാം പാലാണ് കേട്ടോ. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ മണം കേട്ടാൽ പോരെ, കഴിക്കണ്ടല്ലോ. മണം കേട്ടാലറിയാം വിഭവത്തിൻ്റെ രുചി അല്ലേ? ഇതൊന്ന് കുറുകി ഉപ്പും എരിവും എല്ലാം ഒന്ന് നോക്കി നമുക്ക് വാങ്ങി വെക്കാം. ഇനി ലാസ്റ്റ് മിനുക്ക് പണിയാണ്. വെളിച്ചെണ്ണയിലോ നെയ്യിലോ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് മൂപ്പിക്കാം. 2 ഉണക്കമുളകും കൂടി പൊട്ടിച്ചതിടാം. ഉണക്കമുളകിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒന്ന് ചുമന്ന് വന്നാൽ മുഴുവനും പിടിയിലേക്കിട്ട് ഒന്ന് പതുക്കെ ഇളക്കി വെക്കുക. അങ്ങനെ നമ്മുടെ എരുന്ത് ചക്കപ്പിടി തയ്യാറായി. ഇനി നമുക്ക് ഇത് ഒരു സേവിങ് ഡിഷിലേക്ക് വിളമ്പാം. ചൂടോടെ കഴിക്കുന്നതാണ് കേട്ടോ ഏറ്റവും രുചി. ഇത് രാവിലെയോ വൈകുന്നേരത്തെ ഭക്ഷണമായോ രാത്രി ഭക്ഷണമായോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഞാനുണ്ടാക്കിയ ഈ വിഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചിക്കനോ ബീഫോ ഫിഷോ ഉപയോഗിക്കാം. അരിപ്പൊടിയോ ഈന്തുപൊടിയോ ഇതുപോലെ ചക്കപ്പൊടിയോ ഉപയോഗിച്ച് ഉണ്ടാക്കാം.